ഞാൻ ഗൗരീശോട്ടത്തു നിന്നാണ്. അപ്പോൾ ഗൗരീശോട്ടം ടെമ്പിളിൽ ഫെസ്റ്റിവൽ നടക്കും. അവിടെ സാഗരയുടെ ഗാനമേള നടക്കും. ഇപ്പോൾ സാഗരയുടെ ഗാനമേള സ്പോൺസർ ചെയ്ത് സാബു ചേട്ടൻ ഒരു ഉത്സവം നടത്തിയിട്ടുണ്ട്. ഗുണ്ടുകാട് സാബു എന്ന് പറയുന്ന സാബു ചേട്ടൻ ഈസ് ഓൾസോ എ ഫ്രണ്ട്. അപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ ഗുണ്ടുകാട് സാബു ഒക്കെ അതെ നമുക്ക് എന്ത് അപ്പം ഈ സാബു ചേട്ടൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. സീരീസിൽ ഹീസ് ദെയർ ആസ് എ കളക്ടർ ഇൻ വൺ ഷോട്ട്. അപ്പം ഇവരൊരു ഉത്സവം നടത്തി. ആ ഉത്സവത്തിന് 5 സ്റ്റാർ മുട്ടായി കൊടുക്കും. നമുക്ക് സദ്യയുടെ 5 സ്റ്റാർ കിട്ടുന്നത് ലൈക്ക് ദാറ്റ്സ് ക്രേസി മാൻ. 5 സ്റ്റാർ മുട്ടായി നമുക്ക് സദ്യയിൽ പോകുമ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളിൽ ഗ്രോ അപ്പ് ചെയ്തുകൊണ്ട് അത് എഴുതുമ്പോഴത്തേക്കും അതിൻ്റെ ഒത്തൻറ്റിസിറ്റി ഭയങ്കരമാണ്. അതുകൊണ്ട് എനിക്ക് കളിയാക്കാനും എളുപ്പമാണ്. കാരണം ഞാൻ അവരിലൊരാളായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞാനിപ്പം ഭയങ്കര ദൂരെ നിന്നാണ് നോക്കുന്നത്. പക്ഷേ അതും വേറൊരു സാഡ് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പല ആൾക്കാരും നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിൽ ഗ്രോ അപ്പ് ചെയ്യുമ്പോൾ അവർ ഒരുപാട് പേര് മരിച്ചൊക്കെ പോയി. എന്ന് വെച്ചാൽ ഡിപ്രഷൻ കാരണം ആത്മഹത്യ ചെയ്തതും വണ്ടി ഇടിച്ചും. അപ്പം നമ്മൾ ഒരു സൊസൈറ്റിയുടെ ഒരു പാർട്ട് തന്നെ ഈ AC മുറികളിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ് പല പരിപാടികളും ചെയ്തും. ലൈക്ക് വി ആർ എക്സ്പ്ലോയിറ്റിംഗ് ദെയർ ഹ്യൂമൻനെസ് അല്ലെങ്കിൽ ദെയർ ഹ്യൂമാനിറ്റി ഫോർ ആർ ലൈൻ തന്നെ ഉണ്ടല്ലോ, നമ്മൾ കട്ട പാല് വെച്ചാണ് പുള്ളി പാല്. അതെ. ഓ ദാറ്റ് ഇസ് നോട്ട് റിട്ടൺ ബൈ മീ കേട്ടോ. ദാറ്റ് ഇസ് റിട്ടൺ ബൈ ശംഭു വന്നിട്ട് അവിടെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഡയലോഗുണ്ട്. ഇറ്റ് ഈസ് ദ മിൽക്ക് ദാറ്റ് നമ്മൾ ചെയ്ത ശംഭു ഇംഗ്ലീഷിൽ ദ മിൽക്ക് ദാറ്റ് വി സ്മഗിൾഡ് ഫോർ ദിസ് ഗൈ ഹീസ് ഹാവിങ് എ പാല് കാച്ച് വിത്ത് ദാറ്റ് മിൽക്ക് എന്ന് പറഞ്ഞ സാധനം വന്നു. ഐ എം ലൈക്ക് ഓ ദിസ് ഇസ് സോ ഗുഡ്. പക്ഷേ ദാറ്റ് സീൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 3 minutes. ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്നത്. ഞാൻ ഇത് ചൊക്കനങ്ങ് പറഞ്ഞെത്തണം. കാരണം മറ്റേ വംശിയാനന്ദന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനാണത്. അപ്പം ദാറ്റ് ഈസ് മൈ ബെസ്റ്റ് എപ്പിസോഡ്. അതെ ആ എപ്പിസോഡിന് വേണ്ടിയാണ് ഞാൻ സീരീസ് ഫുള്ളും ചെയ്തത് തന്നെ. കാരണം ആ ഫോർമാറ്റിൽ ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡൊക്കെ കുറച്ച് പേർക്ക് വിയേർഡായിട്ടൊക്കെ തോന്നും. ലൈക്ക് ഇറ്റ്സ് നോട്ട് മൂവിങ്. എന്തിന് എത്ര ലൂപ്പ് ചെയ്യുന്നത് സ്ട്രൈറ്റ് പറയുന്നത്. ബട്ട് വെൻ യു റീച്ച് ദ 5th എപ്പിസോഡ് ആ ലൂപ്പുകളെല്ലാം മേക്ക് സെൻസ്. ആൻഡ് നൗ യു ആർ ലൈക്ക് ആൻഡ് ഇറ്റ് ഈസ് നാച്ചുറൽ. ഇത് സെൻസ് ആക്കുന്ന പോലുമല്ല. ലൈക്ക് യു അണ്ടർസ്റ്റുഡ് ദിസ് എന്ന പോലല്ല. യു ആർ ഇൻ ദ ഫ്ലോ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ അത് നമ്മൾ ആ ട്രെയിനിങ് ഫസ്റ്റ് 2 എപ്പിസോഡ്സിൽ പതുക്കെ ലൂപ്പ് ചെയ്ത് ആൾക്കാർക്ക് ഇതിൻ്റെ ഫോർമാറ്റ് ഇതിന് എപ്പോൾ വേണോ ഇൻസേർട്ട് വരാം, എപ്പോൾ വേണോ ജഗദീഷ് സാറിൻ്റെ അടുത്ത് പോകാം, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒത്ത് വരാം എന്ന് പറയും. 5th എപ്പിസോഡ് ആകുമ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഇമാജിനേഷൻ, വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ, വാട്ട് ഈസ് ഹാപ്പനിങ്, ട്രൂത്തിൻ്റെ ഒരു ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഈ പറഞ്ഞത് ഫുള്ളും ആരിക്കോട്ടിൻ്റെ ഇമാജിനേഷൻ ആണോ എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെ വരും. അപ്പോൾ അത് ബിക്കോസ് ഓഫ് ലിവ്ഡ് ഇൻ എക്സ്പീരിയൻസ് ആണ് ബേസിക്കലി. സോ യു ഹാവ് ഓൾ ദിസ് എഴുതി വെച്ചിട്ടുണ്ടോ അതോ ഇത് എഡിറ്റ് സ്ട്രക്ചർ ഒക്കെ എങ്ങനെയാണ് പോസ്റ്റ്? എൻ്റെ എഡിറ്ററും ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ എഡിറ്റർ അതിനെ ഷാർപ്പാക്കാൻ എനിക്ക് 1 hour ആയിരുന്നു എപ്പിസോഡ്. നമ്മളത് 50 minutes ആക്കുമ്പോഴും പലതും പോയി എഡിറ്റർ ചെയ്തു. പക്ഷേ ഇതിൻ്റെ എഡിറ്റ് ഓർഡേഴ്സ് എല്ലാം ഡിസൈൻഡ് ആണ്. എന്ന് വെച്ചാൽ ഡിസൈൻഡ് ട്രാൻസിഷൻസ് എല്ലാം ഡിസൈൻഡ് ആണ്. പക്ഷേ ആ ഒരു ഡിസൈൻ കിട്ടുമ്പോഴത്തേക്കും ദി എഡിറ്റർ പിന്നെ അതിൽ നിന്നും 5 ഡിസൈൻ കണ്ടെത്തും. അപ്പം അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സീൻ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പോകണം ഇവിടെ എന്നൊക്കെ ഉള്ളത് ഡിസൈനാണ്. അതിൻ്റെ ADs അതിന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മാപ്പൊക്കെ ചെയ്ത് തന്നെ ഒരു ആൽഗോരിതം പോലെയൊക്കെ എന്തോ ഒരു സോഫ്റ്റ്വെയർ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഇല്ല. ഇത് ആക്ച്വലി 2015 പിച്ച് ചെയ്ത് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. സോ അന്ന് പിച്ചിയിൽ നിന്ന് ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ എങ്ങനെയാണ്? പിന്നെ ആ സ്ട്രക്ചറിലൊക്കെ ഉള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. സ്റ്റോറി ലൈനിൽ മാറ്റമില്ല. ഓൺലി തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈത്രൻ ക്യാരക്ടറിൻ്റെ വൈൽഡ്നെസ് ഇല്ല ആ സമയത്ത്. ദിസ് ഈസ് ജസ്റ്റ് എ നറേഷൻ. കാരണം ഞാൻ ആ സമയത്ത് 2-3 ബുക്കുകൾ വായിച്ചു വേർ ക്രിമിനൽസ് ആർ നറേറ്റിംഗ് ദെയർ സ്റ്റോറി ടു ദി ഓഡിയൻസ്. അവർ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ബുക്കിൻ്റെ വേറൊരു വശം വായിച്ച് കഴിയുമ്പോൾ ഇവന്മാർ കള്ളന്മാർ കേട്ടോ കൊന്നിട്ടൊക്കെ ഉണ്ട്. അതെ. അപ്പം ബട്ട് അവർ വൈറ്റ് വാഷ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ദിസ് ഇസ് സോ ഗുഡ് ഈ ഐഡിയ. അപ്പോൾ ഈ ഐഡിയയുടെ ഒരു ഐഡിയ മലയാളത്തിൽ രഞ്ജിത്ത് സാറിൻ്റെ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ പ്രാഞ്ചിയേട്ടനിൽ ഹിസ്റ്ററി തിരുത്തുന്നതുണ്ട്. ഇതുപോലെ തന്നെ കമാരസംഭവം ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം കമാരസംഭവത്തിൽ ഹിസ്റ്ററി അത് അതെ. അപ്പം ഞാൻ ആ എഴുത്തിൽ നിന്ന് ഈ മൈത്രേനെ കുറച്ചുകൂടെ ക്രേസിയറാക്കി. ലൈക്ക് മൈത്രൻ വരുന്നു പോകുന്നതും ഫിക്ഷണൽ സാധനങ്ങൾ പറഞ്ഞ അത് മാത്രമാണ് മെയിൻ ചേഞ്ച്. പിന്നെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫൈറ്റ് ഫുള്ളായിട്ട് മാറ്റി, അതില്ലായിരുന്നു. പിന്നെ സീസൺ 2 ലീഡ് ചെയ്യുന്ന ആങ്സൈറ്റി ഫുള്ളായിട്ട്
ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂ. കാരണം മറ്റേത് കുറച്ചുകൂടെ പഴയ ഇതിൽ ആങ്സൈറ്റി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മുൾമുനെ കൊണ്ടാണ് നിർത്തുന്നത്. ഇത് മുൾമുനയൊന്നും അല്ല. അത് കഴിഞ്ഞ എല്ലാത്തിലും ഒരു ഔട്ട്രോയും ഉണ്ട് എല്ലാ എപ്പിസോഡ്സിലും. ലൈക്ക് യു ഡോണ്ട് സ്റ്റോപ്പ് അറ്റ് എ വയലൻസ്, യു ക്യാൻ ആക്ച്വലി ഹുക്ക്. സെക്കൻഡ് എപ്പിസോഡിലൊക്കെ നമുക്ക് ഹുക്കിൽ നിർത്താൻ പറ്റും. ബുറൂസ്ലിയുടെ തലയിൽ അടിയിട്ടിട്ട് നിർത്തി കഴിഞ്ഞാൽ ഹുക്കാണ്. പക്ഷേ ദർ ഇസ് എൻ ഔട്ട്രോ, ദർ ഇസ് എ സ്ലോ സോങ്, വാട്ട് ഈസ് ഹാപ്പനിങ്, നോട്ട് സ്റ്റോപ്പിംഗ് അറ്റ് വയലൻറ്റ് പോയിന്റ്സ്, വയലൻസിൻ്റെ കോൺസിക്വൻസും എല്ലാം കാണിച്ച് പല ആൾക്കാരുടെ ലൈഫൊക്കെ മാറുന്നത് കാണിച്ച് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് ബാക്കി എല്ലാ എപ്പിസോഡിനും ഒരു ഔട്ട്രോ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മുൾമുന അല്ലാതെ പതുക്കെ അല്ല. ഇത് കാരണം നമ്മൾ ഈ വയലൻസിലും ഈ ആങ്സൈറ്റിയിലൊക്കെ കൊണ്ടു നിർത്തുന്ന സാധനത്തിന് പതുക്കെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയിൽ ലൈക്ക് യു ഷുഡ് നോട്ട് ജസ്റ്റ് സ്റ്റോപ്പ് അറ്റ് ഒരു ഹുക്ക് എന്ന് വെച്ചാൽ ആ ഹുക്കിൽ എല്ലാത്തിലും സംബഡി ഈസ് ഗോയിങ് ടു ഡൈയും സംബഡി സ്കിൽഡും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ല, അതിൻ്റെ കോൺസിക്വൻസുകളാണ് ആ എപ്പിസോഡിൻ്റെ ഔട്ട്രോയിലോട്ട് പതുക്കെ 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 വരുന്നത്. എന്നിട്ട് അതിൽ ഔട്ട്രോയിലും ചെറിയ ഹുക്ക് കൊടുക്കും. പക്ഷേ അത് ക്യാരക്ടർ ഹുക്സാണ്, നോട്ട് ആങ്സൈറ്റി ഹുക്സ്. അത് ഞാനൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തപ്പോഴത്തേക്കും ഈ പ്രിസൺ ബ്രേക്കിൻ്റെ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും തമ്മിലുള്ള ഒരു സംഭവം അവർ ബ്രേക്ക് ഡൗൺ ചെയ്തു. വേറെ ഫസ്റ്റ് സീസണിൽ എവറിത്തിങ് ഇസ് എ ഹുക്ക്. സെക്കൻഡ് സീസൺ ആകുമ്പോഴത്തേക്കും പതുക്കെ ഹുക്ക് മാറിയിട്ട് ക്യാരക്ടർ ഹുക്കാണ്. വാട്ട് വിൽ ദിസ് ക്യാരക്ടർ എൻഡ് അപ്പ് ഡൂയിങ്. ഇപ്പോൾ ഒരു ക്യാരക്ടറിൻ്റെ ക്ലോസപ്പിലൊക്കെ എത്തിയിരുന്നത് ആൻഡ് സ്റ്റിൽ യു എൻഡ് അപ്പ് വാച്ചിങ് ദ നെക്സ്റ്റ് എപ്പിസോഡ്. അപ്പോൾ നമ്മൾ നല്ല വർക്കുകൾ സീരീസുകളിൽ നോക്കുമ്പോഴത്തേക്കും പതുക്കെ ബ്രേക്കിംഗ് ബാഡിലൊക്കെ ഫസ്റ്റ് സീസണിൽ എല്ലാം ഹുക്കാണ്. സെക്കൻഡ് സീസണിൽ ഹുക്കുകൾ കുറഞ്ഞു തുടങ്ങും. അത് നമ്മൾ ക്യാരക്ടർ യൂസ് ചെയ്യും. തേർഡ് സീസൺ ഹുക്ക് കുറവാണ്, പിന്നെ ഫോർത്തിലേ വരത്തുള്ളൂ. അപ്പോൾ ഗുഡ് റൈറ്റിങ്ങിന് അങ്ങനത്തെ. അപ്പോൾ ഞാനത് വിചാരിച്ച് അന്നാ ഞാൻ ഫസ്റ്റിലായിരുന്നു. പാർട്ട് ഓഫ് ജേർണി, നോട്ട് ജസ്റ്റ് അവരുടെ ആങ്സൈറ്റി ഇൻക്രീസ് ചെയ്തിട്ട് ഇവരുടെ ആ ഒരു അഡ്രിനാലിനും മാത്രമല്ല നിൽക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ തന്നെയാണ്. യു വോണ്ട് ടു നോ വാട്ട് ഹാപ്പൻസ് ടു more than what happens next. അങ്ങനെ പതുക്കെ പതുക്കെ വരും. And when you start caring about the character, suddenly in the fourth episode a Tamilian gang comes in which you have not seen till now, and now you are disturbed, you want to see the characters and we hide the characters കുറച്ച്. അപ്പോൾ അത് ഒരു എപ്പിസോഡ് ഇച്ചിരി ഒരു ഫ്ലാറ്റിൽ വന്നിട്ട് പിന്നെ അങ്ങ് ജമ്പിങ് ബോർഡാണ് ഫിഫ്ത്തും സിക്സ്ത്തും. ഫോർത്ത് ആണ് ഇച്ചിരി ഒരു സ്പീഡ് ബ്രേക്കർ പോലെ. അത് മണിയന്റെ ജേണിയൊക്കെ കാണിച്ച് പോകുമ്പോഴത്തേക്ക് കുറച്ചൊരു സ്പീഡ് ബ്രേക്കർ ആണ് കുറച്ചത്. ഞാൻ ഫോർത്ത് എപ്പിസോഡിൻ്റെ തുടക്കം നമ്മുടെ ടീമിൽ ഞാനും എൻ്റെ കളറിസ്റ്റ് കാൻപുറയൊക്കെ പറയുന്നത് ഫിഫ്ത്ത് എപ്പിസോഡിൻ്റെ ബിഗിനിങ് ഈസ് ലൈക്ക് ദ ഫസ്റ്റ് 15 minutes ലുക്സ് ലൈക്ക് 45 minutes, ദെൻ ദ നെക്സ്റ്റ് 45 minutes ലുക്സ് ലൈക്ക് 1 minute. അപ്പോൾ അതാണ് ഫിഫ്ത്ത് എപ്പിസോഡിൻ്റെ ഒരു കുറച്ച് നേരം അതൊന്നും നടക്കത്തില്ല. അപ്പം നമുക്ക് ഷോ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ആ കൊലപാതകം, ഇത് മറ്റേ ലേലം, ഇത് അയാളെ തട്ടിക്കൊണ്ടു പോകുന്ന ടു മെനി തിങ്സ് ആണ്. ഈ സെന്തിലിന്റെ ക്യാരക്ടർ ആദ്യം തന്നെ അങ്ങനത്തെ പ്ലാൻ തരുന്നില്ല, ഡ്യൂറിംഗ് ദ മേക്കിംഗ് എക്സ്പാൻഡ് ചെയ്തതാണ് ആ ഒരു. അല്ല, സെന്തിലിൻ്റെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് സ്റ്റോറി വാസ് ഓൾസോ ക്ലീൻ. പക്ഷേ ആ എപ്പിസോഡിൽ എനിക്കൊരു ചെറിയ ഓണർഷിപ്പ് പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സോണിയും കുറേ കറക്ഷൻസ് പറഞ്ഞു, എനിക്ക് എൻ്റെ എഡിറ്ററും കുറേ കറക്ഷൻസ് പറഞ്ഞു. അപ്പോൾ എവിടെയൊക്കെയോ അതിൻ്റെ ഓണർഷിപ്പിൽ എനിക്ക് ചെറിയ, അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അയ്യേ എൻ്റെ അല്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്ക്രീൻ പ്ലേയിലുള്ള ഓർഡർ തന്നെ, ദി ഓൺലി തിങ് ഇസ് ദറ്റ് സം സീൻസ് ആർ ഷിഫ്റ്റഡ് ഹിയർ ആൻഡ് ദെയർ. ആൻഡ് ഇത് എന്ന് വെച്ചാൽ ഫിഫ്ത്ത് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വരുന്ന സീനാണ് ഇന്ദ്രൻസ് കുളിപ്പിക്കുന്നത്. അതൊക്കെ ഈ എപ്പിസോഡിലോട്ട് വന്നു. അത് ഈ എപ്പിസോഡിൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ മീനിങ് വേറെ ആയി. ഇപ്പോൾ ഈ മീനിങ് വേറെ ആയെന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഐ വാസ് ട്രൈങ് ടു ഡു വാസ് ഐ വാസ് ട്രൈങ് ടു പ്രൊട്ടക്ട് മൈ ഫിഫ്ത്ത് എപ്പിസോഡ് ത്രൂ ഔട്ട്. ലൈക്ക് ഐ വിൽ നോട്ട് ലെറ്റ് എനിവൺ ടച്ച് മൈ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് എപ്പിസോഡ്. കുറേ 80-20 നമുക്ക് ഇത് ചെയ്യണം. പിന്നെ അന്നു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അന്നുവും ദീപ ഉണ്ടായിരുന്നു. ദേ വർ വെരി കൈൻഡ്. അവരാണ് എൻ്റെ ഡെവലപ്മെൻറ്റിൽ കൈൻഡ്. ഇപ്പോൾ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ ഷാർട്ടേ പിടിക്കുമ്പോഴത്തേക്കും അവർ ബിക്കോസ് ഓഫ് ഹൗ ദേ അണ്ടർസ്റ്റാൻഡ് ദിസ് വർക്ക് അവർ ഓക്കെ പറയും. ആൻഡ് ദാറ്റ് ഹാസ് ഹെൽപ്ഡ് എ ലോട്ട് ഇൻ ദ സീരീസ് കേട്ടോ. അല്ലെങ്കിൽ യു വിൽ നെവർ ഗെറ്റ് എ സീക്വൻസ് ലൈക്ക് ദ സെൻതിൽ സീക്വൻസ്. കാരണം ഇറ്റ് ഈസ് ആ സെയിം ഐഡിയ ബീങ് റിപ്പീറ്റഡ് അഗെയിൻ. ഒരാൾ വന്ന് അടിച്ചു പോയി, രണ്ടാമത്തെ ആൾ വന്ന് അടിച്ചു പോയി, പിന്നെ ഉള്ളതെല്ലാം നമുക്ക് 4 സെക്കൻഡ് തീർക്കാം. ആൻഡ് ദ സീൻ ഇസ് ഡൺ ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ബിക്കോസ് ഓഫ് ദ റീൽ കൾച്ചർ. പക്ഷേ ഇല്ലാതെ ദേ ലെറ്റ് മീ ദിസ് ഡു ദിസ്. അതുപോലെ സെക്കൻഡ് എപ്പിസോഡിൽ ഒരു സീക്വൻസ് അവർ ക്യാൻ യു ചേഞ്ച് ദി ഓർഡർ എന്ന് പറഞ്ഞു. ഞാൻ പൊരുതി ചേഞ്ച് ചെയ്യത്തില്ലെന്ന്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ആ ഓർഡർ ഒന്ന് മാറ്റി നോക്കി എഡിറ്റിൽ. ഭയങ്കര വർക്കിങ്ങാണ്. പിന്നെ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. അന്നുവിനെ വിളിച്ചിട്ട്
അത്ര ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഇടപെടുന്നുണ്ടാവോ ഈ പ്രൊഡക്ഷനിൽ ഇവര്? അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് ഇത് വി ആർ ക്രിയേറ്റിംഗ് ഇറ്റ് ടുഗെദർ എന്നുള്ള കോൺസെപ്റ്റാണ്. എസ്പെഷ്യലി വിത്ത് ദ ഡെവലപ്മെൻറ്റ് ടീം, വിത്ത് ദ ക്രിയേറ്റീവ് ടീം ഓഫ് സോണി, വി ആർ മേക്കിംഗ് ഇറ്റ് ടുഗെദർ. അപ്പോൾ അത് നമ്മൾ ആ വി ആർ മേക്കിംഗ് ഇറ്റ് ടുഗെദർ എന്നുള്ളൊരു എംബ്രേസിൽ പോയേ പറ്റും. അല്ലാതെ ഇത് എൻ്റെ ബുദ്ധി, ഇത് ഞാൻ കിടിലം, നിങ്ങൾ അത്ര ഷാർപ്പല്ല, നിങ്ങൾ ആ മറ്റേ ബോട്ടിലിരുന്നിട്ട് മറ്റേ ബ്രാഹ്മണൻ പറയുന്ന പരിപാടി നടക്കത്തില്ല. ഹാവ് യു റെഡ് ദിസ്, യു ഹാവ് നോട്ട് സീൻ ദിസ്. അല്ല, വി ആർ ക്രിയേറ്റിംഗ് ഇറ്റ് ടുഗെദർ. ഹൂഎവർ ഹാസ് എ സ്മാർട്ടസ്റ്റ് ആർഗ്യുമെൻറ്റ് ഷുഡ് വിൻ. അപ്പം ആ ആർഗ്യുമെൻറ്റിൻ്റെ സ്മാർട്ട്നെസ് ലോജിക്കും ബേസ് ചെയ്തിട്ടാണ്, ഡാറ്റ ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ പ്രീവിയസ് പാറ്റേൺസ് ദാറ്റ് ആർ റിപ്പീറ്റഡ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതാണ് കുറെ കൂടെ ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു ട്രിപ്പ് ചിലപ്പം വരും, ഇടയ്ക്കിടയ്ക്ക് മറ്റേ ട്രിപ്പും വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും, അത് ഭയങ്കര നാച്ചുറലാണ്. യു ഹാവ് നോ ഐഡിയ വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻ മൈ ഹെഡ്. ഈ തോട്ട് വരും, അയ്യോ എന്നെ മണ്ടന, അങ്ങനെ ഒരു തോട്ട് വരും. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ വർക്കിംഗ് ടുഗെദർ. അതൊരു നിർബന്ധമായിട്ട് പിടിച്ചേ പറ്റും. അത് ഈവൻ വിത്ത് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഈവൻ വിത്ത് എനിവൺ ദറ്റ് യു ആർ വർക്കിംഗ് ഇൻ സിനിമ, a lot of teams are working together. It's not just one person's brain. ഈ one person's brain എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ അത് ഭയങ്കര ട്രിക്കിയാണ്. കാരണം നൗ യു ക്യാൻ ലൈ ആൻഡ് നൗ യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് മെസ്സിങ് അറൗണ്ട്, മാനിപ്പുലേറ്റ് ആൻഡ് എവറിത്തിങ് ബിക്കോസ് ഓൾ ദി ഐഡിയാസ് ഇൻ മൈ ഹെഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഉടായ്പ പരിപാടിയിലല്ല എൻ്റെ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവർ പറയുന്ന പല സാധനങ്ങൾ ചിലതൊക്കെ നമുക്ക് ഹേർട്ടാവും. ലൈക്ക് 5th എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വോയിസ് ഓവർ വേണോ വേണ്ടേ, അത് ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം ഹേർട്ടാവും. കാരണം കഷ്ടപ്പെട്ട് എഴുതിയതാണ്. അല്ലെങ്കിൽ അത് വേണമെന്ന് പറയും പുതിയൊരു വോയിസ് ഓവർ, അപ്പോൾ അത് അവിടെ വേണ്ട, അവിടെ സൈലൻസിൽ തുടങ്ങേണ്ടത്. പക്ഷേ നൗ യു നെഗോഷിയേറ്റ് വിത്ത് ദാറ്റ് ആൻഡ് ബിക്കോസ് ദേ ആർ നോട്ട് ട്രൈങ് ടു ഫൈറ്റ് വിത്ത് യു. അപ്പോൾ നമ്മളത് അവരോട് മത്സരമൊന്നുമില്ല. പിന്നെ സച്ച് എ മെറ്റീരിയൽ ഗെറ്റിംഗ് മെയ്ഡ് ഇൻ ആൻ OTT ഇറ്റ് സെൽഫ് ഇസ് ഇമ്പോസിബിൾ. കാരണം ഓൾ ദ മെറ്റീരിയൽസ് ദാറ്റ് കം ഔട്ട് ഫ്രം OTT അതിൻ്റെ അകത്ത് അതിനൊരു ത്രില്ലർ നേച്ചറുണ്ട്. അതിന് ഒരു കൊലപാതകം കണ്ടുപിടിക്കാൻ നടക്കുന്നതോ അല്ലെങ്കിൽ കുറേ അങ്ങനത്തെയൊക്കെ ഒരു പോയിന്റിലല്ലേ പോകുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ എക്കണോമിക് ഐഡിയ വിത്ത് സം ജോക്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ പറഞ്ഞ് നമ്മൾ സ്ക്രീൻ പ്ലേ വായിക്കുമ്പോഴൊന്നും മനസ്സിലാവില്ല. കട്ട് ടു ദിസ് പോയിന്റ്, ATMൻ്റെ ഇടയിൽ നിന്ന് യു കട്ട് ടു മൈത്രൻ ആൻഡ് ദെൻ യു ഷോ എ ഡോഗ് ആൻഡ് ദെൻ യു കം ബാക്ക് ആൻഡ് വെയർ ഇസ് ദ ഡോഗ് റൈറ്റ് നൗ എന്നൊക്കെ ആയിരിക്കും ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഇറ്റ്സ് വെരി ഹാർഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇറ്റ്. അപ്പോൾ ദേ ട്രസ്റ്റ് മീ ഇൻ ദാറ്റ്, വിച്ച് മീൻസ് അവർ പറയുന്ന പോയിന്റ്സിലും ഒരു വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൈമറി ഒരു ചില സാധനങ്ങളിൽ ഈഗോ ഹർട്ടാവുമെങ്കിലും ഐ ഗോ ബാക്ക് ആൻഡ് തിങ്ക് ആൻഡ് എവറിത്തിങ് ആൻഡ് ഐ എം ലൈക്ക് ദേ ആർ നോട്ട് ട്രൈങ് ടു ബി ബെറ്റർ ഓർ അങ്ങനെയൊന്നും അല്ല ഇത്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഇൻവോൾവ്മെന്റിന് ശേഷമാണ് ഈ സിറ്റി നെയിംസും അല്ലെങ്കിൽ പ്ലേസസും തിരുവനന്തപുരം മാറിയത്. കാരണം ഭയങ്കര ക്വേക്കിയാണ്. വി നോ വാട്ട് യു ആർ സേയിങ്. തോണി എന്ന് പറയുമ്പോൾ തേനിയാണെന്നും തിരുവനന്തപുരം ആണെന്നും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് മാറ്റാനുള്ള റീസൺ എന്താണ്? അത് രണ്ടും ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിയർ ഐ യൂസ് ടു കോൾ ദിസ് പ്രോജക്റ്റ് എസ് GOT, ഗാങ്സ് ഓഫ് ട്രിവാൻഡ്രം എന്നായിരുന്നു ഞാൻ ഈ പ്രോജക്റ്റിനെ വിളിച്ചുകൊണ്ടിരുന്നത് ആദ്യം ഫസ്റ്റ്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് സോണി നമ്മൾ ട്രിവാൻഡ്രം എന്ന് വെച്ചുകൊണ്ടിരുന്നിട്ട് സോണിയുടെ സർവീസ് ആൻഡ് പ്രാക്ടീസസിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പേര് സെയിം വെക്കണോ വെക്കണ്ടേ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വന്നു. കാരണം കുറേ ഡെറിഗേറ്ററി പരിപാടികളും ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് വേണമെങ്കിൽ വെക്കാം, പക്ഷേ സം പ്രോസസ്സ് പ്രശ്നങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിങ്ക് ചെയ്തപ്പോൾ ഗാങ്സ് ഓഫ് വസൈപൂറൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വസൈപൂരിൽ ഗുണ്ടകൾ മാത്രമേ ഉള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. ബട്ട് വസൈപൂർ ഇസ് നോട്ട് ലൈക്ക് ധൻബാദിൽ അങ്ങനെ ലൈക്ക് ആൻഡ് സഡൻലി ലൈക്ക് എ പ്ലേസ് വെയർ ഐ ഗ്രൂ അപ്പ് ഐ എം ഷോയിങ് ഓൺലി ദിസ് സൈഡ് ഓഫ് ദ സിറ്റി. അപ്പം എനിക്ക് തോന്നി ദാറ്റ് ഈസ് ബെറ്റർ. ഈവൻ ഇഫ് സോണി സർവീസ് ആൻഡ് പ്രാക്ടീസസ് സേ ദിസ് ഓർ ദാറ്റ് ഐ ക്യാൻ ആൻഡ് വി ഡിഡ് ഇറ്റ് ഫോർ പുരുഷപ്രേതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ. പുരുഷപ്രേതത്തിൽ ഇപ്പം കടുവന്തറ മാർക്കറ്റിൽ വെച്ച് എല്ലാത്തിനും പേര് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. തൈപ്പിന്നാണ് വൈപ്പിനൊക്കെ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനൊരു സാഗാ സ്വഭാവം വരും. ഈ പക്ഷേ വി ഹാവ് ടു ബി റിയലി സ്മാർട്ട് അബൌട്ട് ദി നെയിമിങ്. അപ്പോൾ തിരുവഞ്ചിപുരം, കമലാകുമാരി, ബോണക്കാടി സ്പോണക്കാവ്, അത് നല്ല സ്മാർട്ടല്ലേ? അതിൻ്റെ എല്ലാ പ്രാസമൊക്കെ ഉണ്ട്. പക്ഷേ ആറ്റുമേൽ അമ്പലം, അത് എൻ്റെ അജിത്ത് എന്ന് പറയുന്നത് എൻ്റെ പഴയ റൈറ്റർ എൻ്റെ ഇതിൽ അസോസിയേറ്റ് ആയിരുന്നു. അജിത്ത് വാസ് ഓൾസോ ഇൻവോൾവ് ഇൻ നെയിമിങ് സർട്ടൻ ഇത്. വെൻ അജിത്ത് ബിക്കംസ് ലേസി അബൌട്ട് സർട്ടൻ നെയിമിങ്സ് അവിടെ ഞാനും നിക്കിയൊക്കെ ഇൻവോൾവ് ആകും. വെൻ അജിത്ത് ഇസ് വെരി സ്മാർട്ട്, അജിത്ത് കിടിലം പേരുകളിടും സ്ഥലങ്ങൾക്ക്. അപ്പോൾ അത് പാലിപ്പള്ളി എന്നൊക്കെ പാരിപ്പള്ളിക്കിടുമ്പോൾ അപ്പോൾ തോണിയൊക്കെ ഭയങ്കര സ്ലോപ്പി വാക്കാണ്. തോണിയാക്കാൻ വേണ്ടി ഭയങ്കര നമ്മൾ റൈറ്റൊന്നും ആവണ്ട.